ഏകദേശം 2 മാസം മുമ്പേ ഞങ്ങൾ പ്ലാൻ ഇട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും രാവിലെ തന്നെ പോകണം, 8 മണിയാകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടക്കത്തില്ല കൂട്ടുകാരെ. നേരെ വന്ന് കഴിയുമ്പോൾ നമ്മൾ 9:30 വരെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ആദ്യത്തെ 2 ദിവസം ഞങ്ങൾ അതും ഉണ്ടാക്കിയുള്ളൂ, പിന്നെ അതും പുറത്തുനിന്നായി. എന്നാലും നമ്മൾ കുളിച്ചൊരുങ്ങി ഇറങ്ങുമ്പോൾ എന്തായാലും ഒരു 9:30 ആവും കേട്ടോ. എത്ര താമസിച്ചിറങ്ങിയാലും നമ്മളിവിടെ നിന്ന് കുറെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കാരാപ്പുഴ ഡാം. എങ്ങോട്ടേക്ക് പോകണമെങ്കിലും നമുക്കൊരു 20 മിനിറ്റ് 25 മിനിറ്റത്തിന്റെ യാത്രയേ ഉള്ളൂ നമ്മളുടെ വീട്ടിൽ നിന്ന് കേട്ടോ. അതുകൊണ്ട് ഒക്കെ ഇച്ചിരി ഇപ്പൊ 9 മണി 9:30 ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം. അപ്പൊ ഇന്ന് നമുക്ക് 2 ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന് കാരാപ്പുഴ ഡാമും, പിന്നെ ഇന്ന് പൂപ്പലി കാണണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. പൂപ്പലിയുടെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടല്ലോ. അപ്പൊ ആ ദിവസം തന്നെയാണ് ഇത്. രാവിലെ നമ്മൾ നേരെ കാരാപ്പുഴ ഡാമിലേക്ക് പോവാണ്. അവിടെ പോയി അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരണം. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാം. നമുക്ക് നേരെ പൂപ്പലിക്ക് പോകാമെന്നാണ് ഞങ്ങളുടെ മാസ്റ്റർ പ്ലാന്. അപ്പൊ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം നേരെ നമ്മൾ യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. നമ്മുടെ ഡിയോണക്കുട്ടി ഐറമോൾ ഓക്കെ, ജർമ്മൻ ഷെപ്പേർഡ് അതിനത്ര പേടിയില്ല. പക്ഷെ ഇത് നമ്മുടെ ഡിയോണ കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. ആരെങ്കിലും ഒരു പടക്കം പൊട്ടിക്കോ, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ഇപ്പോഴൊരു ബിൽഡിംഗ് പണിയുന്നുണ്ട്. അപ്പൊ അതിന്റെ വാർക്കയുടെ സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോഴത്തേ ഇതിന് ഭയങ്കര പേടിയാട്ടോ. ഇത് ഭയങ്കര പാനിക് അറ്റാക്ക് പോലെ ആവൂട്ടോ. പിന്നെ അത് ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലാവൂട്ടോ. അപ്പൊ അതിനെ നമ്മൾ സമാധാനിപ്പിച്ച് കുറച്ചു നേരം. അതുകൊണ്ട് അതിനെ നമുക്ക് കൂട്ടിലേക്ക് കയറ്റാൻ പറ്റുന്നില്ല. വണ്ടി ഗേറ്റ് ഒന്ന് തുറക്കണമെങ്കിൽ ഇതിനെ ഒന്ന് കൂട്ടി കയറ്റണം. പക്ഷെ അത് സമ്മതിക്കത്തില്ല. അതൊരു പാനിക് അറ്റാക്ക് ആയിട്ട് ഓടി നടക്കോട്ടെ. പിന്നെ അതിനെ സമാധാനിപ്പിച്ച് കുറച്ചു നേരം പിടിച്ച് വെച്ച് അങ്ങനെ അതിനെ ഒന്ന് ആശ്വസിപ്പിച്ച് എന്നിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ണും പിഴിഞ്ഞു കണ്ടില്ലേ പാവം. അന്ന പിന്നെ അഴിച്ചു വിടാലോ. ചെറിയ കയറ്റി കൂട്ടുന്നയോ അപ്പൊ ഞാനും കൂടെ രാവിലെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ആ ഒരു ഫ്രഷ്നെസ് തിരിച്ചു വരുമ്പോ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എല്ലാ ദിവസവും മുന്നോട്ടുള്ള ഓർമ്മയ്ക്ക് ഏറ്റവും സുന്ദരമായ കുറച്ച് ദിവസങ്ങളല്ലേ. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ കുറെ ഫോട്ടോസും രാവിലെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇവിടുന്ന് എടുത്തിട്ടാണ് എല്ലാ ദിവസവും ഇറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ നേരെ കാരാപ്പുഴയ്ക്ക് പോവാണ്. അത് ബത്തേരി ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഓക്കെ, ഇനിയിപ്പോ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ ലഞ്ച് നമുക്ക് തിരിച്ചു വരുന്ന വഴി നമുക്കിവിടെ തൊട്ടടുത്തൊക്കെ വീട്ടിലെ ഊണൊക്കെ കിട്ടും, നല്ല ഫുഡ് കിട്ടും. അപ്പൊ അവിടെ കയറി കഴിക്കാന്ന് ഓർക്കുന്നത്. ഡിന്നർ നമ്മൾ പുറമേന്ന് നല്ല റെസ്റ്റോറന്റിൽ പോയി കഴിക്കാനും ഒക്കെയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ യാത്ര പുറപ്പെടുകയാണ്. ഇന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ബാക്കി വിശേഷങ്ങളൊക്കെ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡിസംബറിന്റെ അത്രയും തണുപ്പില്ല. ജാനുവരി ആയപ്പോ ഇപ്പൊ ഇച്ചിരി തണുപ്പ് കുറഞ്ഞു നിൽക്കുവാണ്. എന്നാൽ തന്നെ വലിയ തണുപ്പാണ് കേട്ടോ. പക്ഷെ 5 ഒക്കെ രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല കേട്ടോ. ചൂടുവെള്ളം ഇല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനെയാണ് അവരെ സമ്മതിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടോ. അത്രയും തണുത്തിരിക്കുമ്പോ എങ്ങനെയാ രാവിലെ ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിക്കാന്ന് എനിക്കറിയത്തില്ല. കുറെ പേര് അങ്ങനെയുണ്ടല്ലേ, ശരിക്കും തണുത്ത വെള്ളത്തിൽ തന്നെ കുളിച്ച് ശീലിച്ചവർക്ക് അത് ഓക്കെയാണല്ലേ. എന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റാത്ത കാര്യമാണ് കേട്ടോ. ഞാൻ അവരുടെ കാറിനെ കുറിച്ച് കുറെ സംശയങ്ങൾ അശ്വൻ ഓൺ ദ വേ ഒക്കെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം അവർ റിപ്ലൈ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എനിക്ക് അശ്വൻ. അവരുടെ കാർ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല സുഖമാണ്, യാത്രയ്ക്കും സുഖമാണ്. പിന്നെ കുറെ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അതിൽ, അതെല്ലാം രസമായിരുന്നേ. ഓപ്പോസിറ്റ് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ എമർജൻസി സ്റ്റിയറിംഗ് അടിച്ച് തിരിച്ചു വരും. ഇത് തിരിക്കുവോ? വെട്ടും, ഒരു വെട്ടൊക്കെ വെട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി വരുവാ. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു 7 മണിക്ക് വണ്ടി വന്നാ ഇവൻ ഇങ്ങനെ വെട്ടും. വണ്ടി തന്നെ വെട്ടും. അതിന് അങ്ങനെ വരുമ്പോ നിക്കും. അല്ലാതെ നമുക്ക് കയറ്റി പോകാൻ പറ്റുവാണെങ്കിലോ അത് നമുക്കൊരു അലേർട്ട് തരുന്നു. ഒരു പരിധി വിട്ടാ അവര് കയറ്റത്തില്ല. ഇപ്പൊ സ്റ്റിയറിംഗ് മറ്റേ എമർജൻസി സ്റ്റിയറിംഗ് വരും. ഒരുവിധം തട്ടാതെ അവന്മാര് മാക്സിമം തട്ടാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു 7 മണിയൊക്കെ ആയപ്പോ ഞാൻ പോകുമ്പോ ഞാൻ ഇതുപോലെ ഒരു വണ്ടി ഇങ്ങനെ ഇപ്പൊ കയറിയില്ല, ഇതുപോലെ ഓവർടേക്ക് ചെയ്ത സമയത്ത് ഈ സൈഡിൽ കൂടെ ഒരു ബൈക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ബൈക്ക് ഞാൻ കാണുന്നില്ല. അപ്പൊ സ്റ്റിയറിംഗ് തന്നെ അങ്ങോട്ട് കയറിയില്ല. അപ്പൊ നമ്മൾ അലേർട്ടായില്ലേ. നമ്മൾ പെട്ടെന്ന് ഞാൻ ആ ഗ്ലാസ് കൂടെ നോക്കിയപ്പോ ബൈക്കുണ്ട്, ബൈക്കിന്റെ ഇത് കാണാം. ആ ഒരു അതുകൊണ്ട് ഒത്തിരി ഗുണമാണ് നമുക്ക്. ഒരു
ഒത്തിരി മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡാം ആയതുകൊണ്ട് നല്ല പൊരി വെയില. ഞാൻ എപ്പോഴൊക്കെ അവിടെ പോയിട്ടുണ്ടോ, എല്ലാ വർഷവും ഞാൻ അവിടെ പോകാറുണ്ട്, എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ ഞാൻ പിഗ്മെന്റേഷൻ അടിച്ച് എനിക്ക് നല്ല 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മൾ വല്ലാതെ പിഗ്മെന്റേഷൻ ആവും കേട്ടോ, സൺബേൺ ഉണ്ടാവുന്ന പോലെയാണേ. അങ്ങനെ അപ്പം എന്തായാലും നമ്മൾ ഒത്തിരി സൺസ്ക്രീൻ ജെല്ലൊക്കെ തേച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഈ ടൈം ഒട്ടും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ടൈം അല്ല. പക്ഷെ നമുക്ക് ഇന്ന് 2 പർപ്പസ് ഉണ്ട്. ഇവർക്ക് കുറച്ച് ദിവസമേ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 സ്ഥലങ്ങൾ എല്ലാ ദിവസവും കാണാനാണ് പ്ലാന്. എന്നാലേ കുറച്ചെങ്കിലും നമുക്ക് ഇവിടുന്ന് വയനാട് വന്നിട്ട് ഒരു ടൂർ അടിച്ചു എന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാവുള്ളൂ. ഇന്ന് നമുക്ക് രാത്രി പൂപ്പല്ലിയും കൂടി കാണാനുള്ളത് കൊണ്ട് രാവിലെ ഇവിടെ പോകുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് നമ്മളിപ്പോ അങ്ങനെ പോകുന്നതാണ്. എന്തായാലും നമ്മൾ ഏകദേശം അവിടെ എത്താനായി. അപ്പൊ തന്നെ ഒരു നല്ല വെയില്, നല്ല ചൂടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഇവിടെ രാവിലെ അധികം പേരുണ്ടാവത്തില്ല, പക്ഷെ ഉച്ച കഴിയുമ്പോൾ മുതൽ ഈ ഗ്രൗണ്ട് നിറയെ ആളുകളാവും. അത്രയും പേര് വിസിറ്റ് ചെയ്യുന്ന നല്ല മനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വരെ ചെല്ലുമ്പോൾ എല്ലാം നിറയെ പൂക്കളും കാര്യങ്ങളും, അങ്ങനെ ഒരു ഫ്ലവർ ഷോയുടെ ഒരു മൂഡ് കൂടിയുള്ള സ്ഥലമായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കയറി നോക്കാം എന്നോർത്ത് നമ്മൾ അവിടെ എത്തി. നേരെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നേരെ അങ്ങോട്ടേക്ക് നടന്നു. വിശാലമായ ഒരു നടപ്പാതയാണ് കേട്ടോ. അങ്ങനെ നടപ്പാത കഴിഞ്ഞ് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡാം എന്ന് പറയുന്നത് കേട്ടോ. നാച്ചുറലായിട്ട് തന്നെ രൂപപ്പെട്ടിരിക്കുന്ന ഡാമാണിത്. അങ്ങനെ അപ്പൊ നല്ല രസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വരുമ്പോൾ നല്ല ഭംഗിയും പൂക്കളും അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്കപ്പം നടന്നു പോകാം. ഇപ്പൊ തന്നെ നന്നായിട്ട്, പക്ഷെ ഭയങ്കര ചൂട് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ നന്നായിട്ട് വെയിലുണ്ട്. ചൂട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ വീട്ടിൽ വന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും ഭയങ്കരമായിട്ട് സൺബേൺ ആയ പോലെ, ഇങ്ങനെ ഒരുമാതിരി മൊരി പിടിച്ച പോലെ ആകും. ഡാർക്ക് പിഗ്മെന്റേഷൻ ആകും നമ്മുടെ കഴുത്ത്, മുഖവും കൈകാലുകളും ഒക്കെ. അതാണ് ഇവിടെ വരുമ്പോ ഒക്കെ എനിക്കുള്ള അനുഭവം. കഷ്ടകാലത്തിന് ഞാൻ കുടയെടുക്കാൻ മറന്നുപോയി. ഞാൻ എന്റെ ബാഗിൽ കുടയുണ്ടെന്ന് ഓർത്തെ. ഫോണും നമ്മുടെ സെൽഫി സ്റ്റിക്കും ഒക്കെ വെക്കാനുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ബാഗ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടിഷ്യൂ പേപ്പറും അങ്ങനെയൊക്കെ വെക്കാനുള്ളത് കൊണ്ട്. അപ്പം പക്ഷെ ഞാൻ എന്റെ കുട എടുക്കാൻ വിട്ടുപോയി. അതെനിക്കൊരു 8ന്റെ പണിയായി. അപ്പം ആകെ 5 അടുത്ത് മാത്രമേ ഒരു കുടയുള്ളൂ. പിന്നെ അവര് 2ാമത് കാറിൽ പോയിട്ട് 1-2 കുടയും കൂടി എടുത്തിട്ട് വന്നു. അപ്പൊ ഞങ്ങൾ ഓർത്തു ഓക്കെ, ഞാൻ 5 കൂടി ഒരു കുടയിൽ ചൂടി നടക്കാം, ആ ഒരു രീതിക്ക് പോകാമെന്ന്. നല്ല മനോഹരമായ സ്ഥലമാണ് കൂട്ടുകാരെ. നിങ്ങൾ വയനാടൊക്കെ ദൂരെ സ്ഥലത്ത് നിന്ന് വരുന്നവരാണ്, വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ കാരാപ്പുഴ ഡാം വിട്ടു പോകണ്ട. പക്ഷെ ഉച്ച കഴിഞ്ഞ് കുറച്ച് വെയിലൊക്കെ ആറിയിട്ട് പോകുക എന്നുള്ളതാണ്. നല്ല ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ട് അവിടെ. വലിയ ഹൈറ്റിലുള്ള ഊഞ്ഞാലുള്ള പ്ലേസ് 2-3 സ്ഥലമുണ്ട്. അതിലൊരു സ്ഥലം നമ്മുടെ കാരാപ്പുഴ ഡാം തന്നെയാണ്. നമുക്കത് കയറണമെന്നുണ്ടായിരുന്നു. 4 പേരെങ്കിലും മിനിമം അതിൽ കയറണം, അങ്ങനെയാ. പക്ഷെ ഇത്ര വെയിലായതുകൊണ്ട് പിന്നെ അവര് അത് ഇങ്ങനെ പൊക്കി ഏറ്റവും ഹൈറ്റിൽ എത്തിക്കുന്ന വരെ കുറെ ടൈം എടുക്കുന്നുണ്ട്. നോക്കുമ്പോ ഈ പടിഞ്ഞാറൻ വെയിൽ നമ്മുടെ മുഖത്തേക്ക് തന്നെ അടിക്കും. ആ രീതിക്ക് നമ്മൾ കരിഞ്ഞു പോകുന്ന അവസ്ഥയാവും. അപ്പൊ പിന്നെ നമ്മൾ തീരുമാനിച്ചു ഓക്കെ വേണ്ട അതില്. അതുകൊണ്ട് നമുക്ക് കുറെ ആക്ടിവിറ്റികൾ ഉണ്ട് അവിടെ. പക്ഷെ അതില് ഒന്നും കയറാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. കാരണം ഇപ്പൊ നല്ല നട്ടുച്ച വെയിലായി. കുറച്ച് അതിലൊക്കെ നടന്ന് കണ്ടു. ഫ്ലവറും അങ്ങനെ കുറേ ഏക്കർ സ്ഥലമാണ് കേട്ടോ ഇത്. അങ്ങനെ കണ്ടു. അത്യാവശ്യം ആളുകൾ രാവിലെ ആണെങ്കിലും ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ആക്ടിവിറ്റിയിലൊന്നും കയറണ്ടെന്ന് ഓർത്ത്, പൊരി വെയിലായതുകൊണ്ട്. അങ്ങനെ നമ്മളെല്ലാം നടന്നു. കുറച്ചേരം നടന്നപ്പോൾ തന്നെ നമുക്ക് ദാഹിക്കാൻ തുടങ്ങി. വെള്ളമൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമുക്ക് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഇനി മുന്നോട്ടേക്ക് പോകാന്നോർത്ത് നമ്മൾ അങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുവാണ്. കുറച്ചെങ്കിലും ഒരു തണലുള്ള ഏരിയ നോക്കി നിൽക്കുവാണ്. ഓരോ മരത്തിന്റെ ഒക്കെ ചോട്. എന്നാലും ഭയങ്കര ഒരു തണൽ അവിടെ ഇല്ല കേട്ടോ. ആ ഒരു രീതിയില ഡാമിന്റെ ഈ ഒരു ഡാം എന്ന് പറയുന്നത് കുറേ കൂടി താഴേക്കാണ്. ഡാമിന്റെ അങ്ങേ അറ്റത്തുനിന്ന് സിബ് ലൈൻ വരുന്നുണ്ട്, ഒത്തിരി കിലോമീറ്റർ ദൂരെ. അപ്പൊ ഡാമിന്റെ അങ്ങോട്ടേക്ക് നമുക്ക് നടക്കാൻ പറ്റത്തില്ല, അത്രയും പൊരി വെയിലാണ്. അതുകൊണ്ട് ആ പദ്ധതി നമ്മൾ അല്ലേലും ഉപേക്ഷിച്ചു. നമുക്ക് ജസ്റ്റ് കണ്ട് ഒക്കെ പോരാം. പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം അടുത്തതിന് പോകുന്നുണ്ടല്ലോ. അപ്പൊ വല്ലാതെ തലവേദനയായി. 5 എനിക്ക് ഒരുപോലെ മൈഗ്രെയിൻ ഉള്ളതാണ് കേട്ടോ. എന്തെങ്കിലും വെയിലടിക്കുവോ അല്ലെങ്കിൽ ഒത്തിരി ട്രാവൽ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ വരും. 2 പേർക്കും കണക്കാം. അതുകൊണ്ട് തന്നെ പേടിച്ച് നമ്മൾ നിൽക്കുന്നത്. മൈഗ്രെയിൻ ഒക്കെ ആയാൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ നമ്മുടെ മൂഡ് പോകും. ഫുഡും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കാണാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് പിന്നെ മുന്നോട്ടേക്ക് നടക്കാമെന്ന് ഓർത്തു. പക്ഷെ ഡാമിന്റെ താഴേക്ക് പോകാൻ നമുക്ക് പ്ലാനില്ല. സിപ്പ് ലൈനെ കയറാനും പ്ലാനില്ല. ഊഞ്ഞാല ഒന്നിലും കയറുന്നില്ല എന്ന് വെച്ചു. കാരണം പൊരി വെയിലാണ് കേട്ടോ. അങ്ങനെ വല്ലാതെ ചൂട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ പൊരിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ടൈമാണ് ഈ ടൈം എന്ന് പറയാം. എന്നിട്ടും അവിടെ ഒത്തിരി പേര് സിപ്പ് ലൈനിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ, പൊരി വെയിലത്ത്. അങ്ങനെ അപ്പൊ നമ്മൾ വേഗം അങ്ങ് നടക്കാമെന്ന് ഓർത്തു കേട്ടോ. കുടയൊന്നും ചൂടിയിട്ടൊരു രക്ഷയില്ല. 2 പേരും ഒരു കുടയും ചൂടി ശരിയാകത്തില്ല. അപ്പൊ നമ്മൾ ഞാൻ സ്പീഡിൽ നടക്കുമായിരുന്നു കേട്ടോ. ഇവര് പിന്നെ കണ്ടു കേട്ടൊക്കെയാണ് വരുന്നത് കുറച്ചും കൂടിയൊക്കെ. അങ്ങനെ ഞാൻ ഇവിടെ ഒത്തിരി തവണ വന്നതുകൊണ്ട് എനിക്ക് അത്ര ഒരു എന്താ പറയാ ഒരു ഇതൊന്നും തോന്നുന്നില്ല കേട്ടോ, ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. എല്ലാ കൊല്ലം നമ്മളിവിടെ വരുന്നതാണ്. അങ്ങനെ പക്ഷെ എല്ലാ കൊല്ലം എനിക്ക് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. പൊരിഞ്ഞ് കരിഞ്ഞാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു വീട്ടിൽ ചെല്ലുന്നത്.
അങ്ങനെയാണ്. അപ്പം ഞാൻ അവിടുന്ന് ഓടി ഒരു മരത്തിന്റെ വീട്ടിലേക്ക് എത്തി. അഞ്ചൊക്കെ വലിഞ്ഞ് നടന്നു വരുന്നുണ്ട് കേട്ടോ. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സ്ഥലം കാണാൻ. പക്ഷെ അഞ്ചുവിനെ സംബന്ധിച്ച് കുറച്ച് കഴിയുമ്പോൾ അവള് ടയേർഡ് ആവും കേട്ടോ, എന്നെ പോലെ തന്നെയാണ്. പിന്നെ എഴഞ്ഞും വലിഞ്ഞും നിരങ്ങിയൊക്കെയാണ് പിന്നെ അത് കംപ്ലീറ്റ് ആക്കുക. എന്നാലും അവള് വിടത്തില്ല കേട്ടോ, എല്ലാ സ്ഥലവും കാണും. ട്രക്കിംഗ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല കേട്ടോ, കുറച്ച് ടയേർഡാവും. അങ്ങനെയാണ്. പക്ഷെ ബാക്കി 3 പേരും ഭയങ്കര എനർജി, രാവിലത്തെ എനർജി വൈകുന്നേരം വരെയുണ്ട്. ഞാനും അഞ്ചും ഒരു ഹാഫ് ഡേ ആകുമ്പോഴത്തേക്കും ചത്ത്. പിന്നെ നമ്മൾ എഴഞ്ഞും വലിഞ്ഞും നിരങ്ങിയൊക്കെയാണ് കംപ്ലീറ്റ് ആക്കുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അവരെടുത്ത് തന്നു. അച്ഛനാണേലും അഞ്ചിയാണേലും ഒത്തിരി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് എടുത്തു തരും കേട്ടോ. അങ്ങനെയാണ്. ഞാനാണെങ്കിൽ കൂട്ടുകാരെ കുറേ നാളായിട്ടൊരു മൊബൈൽ മാറ്റി മേടിക്കണം എന്ന് ഓർത്ത് തോന്നി. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഞാൻ എടുക്കുന്ന വീഡിയോസ് ഒന്നും അത്ര ക്ലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല, എനിക്കൊരു തൃപ്തിയും തോന്നിയില്ല. അപ്പൊ അതിന്റെ ഒരു മൂഡ് ഓഫ് വിഷമം എനിക്കുണ്ടായിരുന്നു. എന്നാലും ഞാൻ എല്ലായിടത്തും എടുത്തു. അങ്ങനെ പിന്നെ എപ്പോഴും അഞ്ചിന്റെ ഫോണാണ് ഏറ്റവും നല്ല ഫോണ്. അതിലെപ്പോഴും അവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ ഫോൺ മേടിക്കാത്ത ഒരു വിഷമം തോന്നി. ഇനിയിപ്പോ എന്തായാലും ഇങ്ങനെ പോട്ടെ, ഇനിയിപ്പോ ടൂറ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവര് പോയി കഴിയുമ്പോൾ ഞാനൊരു പുതിയ ഫോൺ മേടിക്കണം എന്ന് ഓർത്ത് കുറെ നാളായിട്ട് എന്റെ ഒരു ഡ്രീം. ഇവിടുന്ന് എടുക്കാം ായിട്ടിരിക്കുന്ന ഒരു ഫോൺ ഉണ്ട്. അപ്പൊ അത് മേടിക്കാൻ നോക്കാം. അപ്പൊ അഞ്ചയും എനിക്കത് സജസ്റ്റ് ചെയ്തു. അവന്റെ അടുത്തുള്ളതും അത് തന്നെയാണ്. അപ്പം നല്ല ഫോണായിട്ട് എനിക്ക് തോന്നി വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോ. അപ്പം അങ്ങനെ എന്നാലും അവന് ഒത്തിരി എടുത്തു തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം അഞ്ചു, ശരിക്കും അവളെ ഞാൻ ചതിക്കുകയാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ഇങ്ങനെ വീഡിയോയിൽ അധികം വരാനൊക്കെ ഭയങ്കര മടിയുള്ള കൊടുത്തില്ല. നിറയെ ഫോട്ടോ എടുപ്പിക്കും. വീട് ആണോ അങ്ങോട്ടാണോ? ഫ്ലാറ്റ് മൊത്തത്തിലുണ്ട്. സ്വന്തം കാണാൻ ഇവരെല്ലാം കളിയൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം ചേട്ടൻ അഞ്ചി ഒത്തിരി കളിയൊക്കെ പറഞ്ഞു. ഇവളൊരു 100 ഫോട്ടോ എടുപ്പിക്കും. പക്ഷെ ഇൻസ്റ്റയിലിടില്ല, ഫേസ്ബുക്കിലിടില്ല, യൂട്യൂബിലിടില്ല, എവിടെ ഇല്ല, യൂട്യൂബ് ഇല്ല. അങ്ങനെ അപ്പൊ സ്വന്തം കാണാൻ വേണ്ടി മാത്രം എടുക്കും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ പക്ഷെ അവളോട് പറഞ്ഞു എനിക്ക് അവളുടെ വീഡിയോ ഫോട്ടോസ് ഒക്കെ വേണം. ഞാൻ അവളെ ചതിക്കുകയാണ്. ഞാൻ അവളോട് പറഞ്ഞു ഇത് എനിക്ക് പേഴ്സണലി കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളിവിടെ വന്നതിന്റെ നല്ല ഓർമ്മകളൊക്കെ എനിക്ക് വേണ്ടേ. അപ്പൊ എനിക്ക് എന്തായാലും എടുക്കണം. അങ്ങനെ പാവം പേഴ്സണലി കാണാനല്ലേ, യൂട്യൂബിലിടില്ല, എന്നാ ഞാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞു. പാവാതെ അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ വീഡിയോ കാണുമ്പോഴായിരിക്കും അവളുടെ ഞാൻ ഈ എടുത്തതെല്ലാം ഞാൻ അതിനകത്ത് ഇടുന്നത്. അവള് കാണുന്നത് അങ്ങനെയായിരുന്നു. എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. ഒത്തിരി സംസാരിച്ച് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് കുറെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് അതിന്റെ ഇടയ്ക്ക് തിന്നാനുള്ളതൊക്കെ മേടിച്ച് തിന്ന് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളുടെ ഓരോ ദിവസവും നല്ല രസമായിരുന്നു കേട്ടോ. ഒത്തിരി നല്ല ഓർമ്മകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഓരോ വട്ടം നമ്മൾ യാത്ര പോകുമ്പോൾ ഇങ്ങനെ ഒത്തിരി വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം അതൊക്കെ ഒരു ഓർമ്മയല്ലേ അല്ലെ. ഈ ദിവസങ്ങളൊക്കെ ഇനി തിരിച്ചു കിട്ടുമോ? ഇനി വരുന്നതെല്ലാം പുതിയ ദിവസങ്ങളല്ലേ. അപ്പൊ അത് നമുക്ക് ആ ഓർമ്മകളല്ലേ വല്ലപ്പോഴും പിന്നെ എടുത്ത് കാണുമ്പോൾ നമുക്കത് എന്ത് രസമായിരിക്കും അല്ലെ. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ എവിടെയൊക്കെ പോയാലും അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ ഏത് വീഡിയോ എടുത്താലും ആ ഒരു ഓർമ്മ നമുക്ക് തിരിച്ചു കിട്ടും അല്ലെ. ആ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളും എല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് തിരിച്ചു വരും. അതൊരു ഭയങ്കര നല്ലൊരു ഗുഡ് ഫീൽ അല്ലേ. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വീണ്ടും നടക്കുവാണ് കേട്ടോ. ഇനിയിപ്പോ അവിടെ ഒരു വലിയ ഗോപുരമുണ്ട്. അതിന്റെ മുകളിൽ കയറുവാണെങ്കിൽ ഭംഗിയില് അത്രയും ഹൈറ്റിലാണ്. അപ്പൊ അത്രയും ഭംഗിയിൽ നമുക്ക് ചുറ്റുമുള്ള ഡാമൊക്കെ കാണാം. അല്ലാതെ താഴെ ഡാമിലേക്ക് പോകാൻ പ്ലാനില്ല. അപ്പൊ ഇങ്ങനെ കുറേ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിൽ ഏറ്റവും ഉയരത്തി നമുക്ക് കയറാൻ പറ്റും. അതിനാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ കവറിങ് ഉണ്ട്. അപ്പൊ പിന്നെ അത്ര ചൂട് ഫീൽ ചെയ്യില്ല. കണ്ട കൂട്ടരെ അതിന്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചുറ്റും കാണാം കേട്ടോ. മനോഹരമായ ഡാമും കാര്യങ്ങളും. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി പൂക്കളും ചെടികളും കുറഞ്ഞു പോയ പോലെ തോന്നി. പൂക്കളേ ഇല്ലാത്ത ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ബാക്കി കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കൂടിയിട്ടുണ്ടെന്നല്ലാതെ പൂക്കളും അതെല്ലാം കുറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ചില പ്രാവശ്യം ഇവിടെ വരുമ്പോൾ നിറയെ പൂക്കളും ഭയങ്കര രസമായിരുന്നു. അങ്ങ് ഡാമിന്റെ അവിടെ വരെ നമുക്ക് നടക്കാനും ഒക്കെ രസമായിരുന്നു. അപ്പൊ ആ പൂക്കളൊന്നും കണ്ടില്ല ഈ പ്രാവശ്യം. ആക്ടിവിറ്റീസ് ഒക്കെ കൂടിയിട്ടുണ്ട്. എന്നാലും ആളുകൾ അത്യാവശ്യം വരുന്നുണ്ട്. ഉച്ച കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാവും കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് മാത്രം വന്നാൽ മതി. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഈ ഡിസംബർ ജനുവരിയിലാകുമ്പോൾ ഫീൽ ചെയ്യില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടും കൂടി ഫീൽ ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു
ഗോപുരത്തിന്റെ മുകളിൽ കയറുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചുറ്റോട് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. അങ്ങ് ഏറ്റവും അരികെ കാണുന്ന ആ ആകാശത്തിന്റെ ചെരുവി കാണുന്ന അവിടെ നിന്നാണ്, ഡാമിന്റെ അങ്ങേയറ്റത്തു നിന്നാണ് സിബ് ലൈൻ തുടങ്ങുന്നത്. അപ്പൊ അവിടെ മുതൽ ഇവിടം വരെ ഒത്തിരി ദൂരമുണ്ട് ആക്ച്വലി സിബ് ലൈനിലൊക്കെ കയറുവാണെങ്കിൽ. പക്ഷെ വെയിലായതുകൊണ്ട് നമ്മൾ അതും സ്കിപ്പ് ചെയ്തു, ഊഞ്ഞാലും സ്കിപ്പ് ചെയ്തു, എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ VR ഉണ്ട് ഇവിടെ, അപ്പൊ അത് കാണാൻ നിർത്തും. അതാകുമ്പോ പിന്നെ വെയിലിന്റെ പ്രശ്നമില്ലല്ലോ. അപ്പൊ അതിലേക്ക് നമുക്ക് ഇനിയും ഓൾറെഡി നമ്മൾ താഴേന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടുന്ന് മാറിയിട്ട് അടുത്ത സ്ഥലത്തിലേക്ക് പോകണം. അപ്പൊ ഇനിയിപ്പോ അത് കാണാൻ പോകാൻ നിർത്തും. കുറെ നേരം നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് സംസാരിച്ച് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ നമ്മൾ വീഡിയോയിൽ എന്താവുന്നതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. കുറെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ നമുക്ക് ഇനിയിപ്പം അടുത്തത് VR ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ നിർത്തു. അവിടെ ചെന്ന് നമ്മൾ ക്യൂ നിൽക്കും. അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. 2 സ്ഥലമുണ്ട്, അതിൽ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അവിടെ കരിമ്പ് ജ്യൂസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പ് ജ്യൂസ് കിട്ടും. അപ്പൊ അതൊക്കെ മേടിച്ചു കുടിച്ചു. അങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇനിയിപ്പോ ഒത്തിരി ക്യൂ ആണ്. 6 പേരെ വെച്ചാണ് അവർ ഒരു പ്രാവശ്യം പിന്നെ ഒരു സെക്ഷനിലേക്ക് കയറ്റുക. അങ്ങനെ എന്നാലും നമ്മൾ കുറെ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് കയറാൻ പറ്റും. ഒന്നും പറയേണ്ട കൂട്ടുകാരെ, ഞാൻ ഇതിനു മുമ്പ് VR പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നേ. ഇത് പക്ഷെ അതിലും ഇച്ചിരിയും കൂടി ഭീകരത തോന്നിയതാണ് കേട്ടോ. ഒന്നും പറയണ്ട, എന്റെ കാറിൽ പോലും മുഴുവൻ ഞാൻ ഇതിലിടുന്നില്ല. ഇവര് ഭയങ്കര ചിരിയായിരുന്നു. ഇവർക്കും അത്യാവശ്യം പേടിക്കുന്നുണ്ടായിരുന്നു. 5 പേര്, ബാക്കിയുള്ളവരൊക്കെ പിന്നെ കടിച്ചു പിടിച്ചിരിക്കുക, ചിരിയോട് ചിരിയായിരുന്നു കേട്ടോ. എന്റെ കാഴ്ചയൊന്നും പറയണ്ട, അതുപോലെ ഞാൻ കിടന്ന് കാറ് പൊളിച്ചുവിട്ടോ. ഓൾറെഡി എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയുള്ളതാണ്. ആ കൂടെ ഇങ്ങനത്തേലും കൂടി കയറുമ്പോ ഒന്നും പറയണ്ട. ഞാൻ ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാളും E3 പാർക്കിൽ പണ്ട് പോയപ്പോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും ഇച്ചിരി ഭീകരതയായിരുന്നു ഇത് കേട്ടോ. ഒന്നും പറയണ്ട, അത്രയും സമയം പോയത് അറിഞ്ഞില്ല. എന്റെ ഭയങ്കര കാറിലിപ്പോൾ ഡയലോഗ് കുറച്ചില്ല, എല്ലാരും കൂട്ടച്ചിരിയായിരുന്നു. എനിക്ക് തന്നെ നാണക്കേടായി പിന്നെ വീഡിയോ കണ്ടപ്പോൾ. അങ്ങനെയായിരുന്നു. ഇനി അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം ഏകദേശം നമ്മൾ ആക്ടിവിറ്റിയിലൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചു പോയേക്കാന്ന് ഓർത്തു. അങ്ങനെ എന്നാലും നമ്മളിവിടെ ഒത്തിരി സമയം കേട്ടോ. ഉച്ച കഴിഞ്ഞേ അപ്പോഴത്തേക്ക് ഉച്ച കഴിയുമ്പോൾ നോക്കി എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകുവാണ് കേട്ടോ. അത്രയും തിരക്കാവും. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഗ്രൗണ്ട് നിറയെ മനുഷ്യരാകും. എന്ന് വന്നാലും ഇവിടുത്തെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ അവിടെ പൂപ്പലി നടക്കുന്ന ദിവസങ്ങളാണെന്ന് ഓർക്കണം. എന്നിട്ട് ഇവിടെ ഇത്രയും തിരക്ക്. അപ്പൊ അതുപോലെയാണ്. അപ്പൊ പൂപ്പലി കൂടി ഇല്ലെങ്കിൽ ഇവിടെ പറയണ്ട, അത്രയും പേര് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. നല്ല രസമാണ് ഇങ്ങനെ സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഡാമൊക്കെ കണ്ട് അങ്ങനെ പോകാൻ. നമ്മുടെ വയനാട്ടിൽ ഒത്തിരി ഡാമുകളുണ്ട് ഇതുപോലെ കാണാൻ. ഇനി നമുക്ക് കരാൾഡ് ലേക്കുണ്ട്, അവിടെ നമുക്ക് പോകാനുണ്ട് ഒരു ദിവസം. ഇത് കാരാപ്പുഴ ഡാം, പിന്നെ ബാണാസുര ഡാം ഉണ്ട്, അവിടെയും നമുക്ക് പോകാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തെ 2 സ്ഥലത്ത് നമ്മൾ വിസിറ്റ് ചെയ്താൽ മാത്രമേ ഇവര് ഏകദേശം 7 ദിവസം നമ്മുടെ കൂടെയുള്ളൂ. അപ്പൊ അങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോഴത്തേക്കാണ് വെയിലൊക്കെ കുറച്ചൊന്ന് ഒതുങ്ങി ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ടുള്ളൂ. ആ സമയം നമ്മൾ അത്യാവശ്യം കരിഞ്ഞ് പൊരിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ പോയിട്ട് ഊണ് കഴിക്കണം. അപ്പോഴത്തേക്കും ലഞ്ചിന്റെ ഒക്കെ ടൈം കഴിഞ്ഞു. എന്നാലും നമുക്ക് വിശക്കുന്നൊക്കെ ഉണ്ട്, നമുക്ക് ഊണ് കഴിക്കണം. പാവം 5 കുറെ നേരം നടന്നപ്പോൾ അവർക്ക് തലവേദനയും മൈഗ്രൈൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് തുടങ്ങി. അതോടെ പിന്നെ എനിക്ക് വിഷമായി. കാരണം ഇനിയിപ്പോൾ വൈകുന്നേരം നമുക്ക് പൂപ്പലി കാണാനുള്ള. പക്ഷെ എന്നെക്കാളും കുറച്ചുകൂടി അവൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് തലവേദനയൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ അവൾ എപ്പോഴും ടാബൊക്കെ കരുതുന്നുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലേക്ക് പോരുവാണ്. അപ്പൊ നമ്മൾ നേരെ ഇനിയിപ്പോ ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോരുവാണ്. ഇനി ഒന്ന് ഫ്രഷ് ആയി വീട്ടിൽ വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത്
അതിനുശേഷം വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് പൂപ്പലിക്ക് പോയാൽ മതി. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് പിന്നെ വീട്ടിൽ ഊണെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ അവർക്ക് റെസ്റ്റോറന്റിൽ പോകണ്ട, നമുക്ക് വീട്ടിൽ ഊണ് മതി എന്ന് പറഞ്ഞ് ചോറ് കഴിക്കാനുള്ള ഒരു മൂഡായിരുന്നു നമുക്ക്. അങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ വാരി വലിച്ച് നടക്കുന്ന വഴിക്കൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ചോറുണ്ണാനൊരു കൊതി തോന്നും. അങ്ങനെ അപ്പൊ നമ്മൾ വീട്ടിലെ ഊണിലേക്ക് വരാമെന്ന് ഓർത്തു. അവിടെ വന്നിട്ട് നമുക്ക് ഫുഡും കഴിച്ച് നേരെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ. ആക്ച്വലി നമുക്കൊരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് ടോട്ടലി നമ്മുടെ വീട്ടിലെത്തും. അത്രയും ദൂരം അടുത്താണ്. എല്ലാ ഡാമുകളും കുന്നുകളും എല്ലാം നമുക്ക് വയനാട്ടിൽ കാണാനുള്ള എല്ലാ സംഗതികളും നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ്. ആക്ച്വലി നമ്മുടെ വയനാടിന്റെ നടുക്കാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് ഒത്തിരി പിന്നെ ട്രാവലറുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നിറയും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ നേരെ കാറിലേക്ക് വന്നിട്ട് ഇനിയിപ്പോ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതാണ് നമ്മുടെ അടുത്ത പ്ലാന്. ഊണ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഞാൻ ഓൾറെഡി ഇട്ടു. പൂപ്പലിക്ക് പോയത് ഞാൻ ഇന്നലെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് കണ്ടിട്ടില്ലാത്തവരത് കണ്ടു നോക്കിക്കോളൂ. അമ്പലവയൽ പൂപ്പലി അടിപൊളിയായിരുന്നു ഇപ്രാവശ്യം. എപ്പോഴാണെങ്കിലും വയനാട്ടിലേക്ക് വിസിറ്റ് വരാൻ ഏറ്റവും നല്ല സമയം ഡിസംബർ ആണ് കേട്ടോ. ഡിസംബർ, ജാനുവരി, മാക്സിമം ഫെബ്രുവരി വരെ. പിന്നെ ഭയങ്കര വെയിലും കാര്യങ്ങളും ഒക്കെ ആവും, ചൂടൊക്കെ ആവും, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയം. അപ്പൊ നിങ്ങൾ എപ്പോൾ വരുവാണെങ്കിലും ഈ ടൈം കണക്കാക്കി വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഉള്ളത് ഈ ടൈമാണ്. ഇതാണ് നല്ലോണം എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഊണ് അങ്ങനെയുള്ളതാണ്. നല്ല ഫുഡ് കിട്ടും, നല്ല ബിഹേവിയർ ആണ് അവിടെ ഉള്ളവർക്ക്. നമ്മൾ എപ്പോഴും ഈ വഴി പോകുമ്പോൾ നമ്മൾ കയറി കഴിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മുടെ വീട് തൊട്ട് മുകളിലുണ്ട്, അവിടെ പോകും. പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ബത്തേരി റൂട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ നല്ലോണത്തേക്ക് കയറി ഫുഡ് കഴിച്ചിട്ടാണ് എല്ലാ പ്രശ്നം. ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ്. നല്ല ഫുഡ് കിട്ടും അവിടെ. അപ്പൊ നമ്മൾ നല്ല നാടൻ ഊട്. ബാക്കിയുള്ള സ്ഥലത്ത് ഒക്കെ ഇങ്ങനെ വീട്ടിൽ ഊണാണെങ്കിൽ നമുക്ക് കുത്തിരിച്ചോറ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പക്ഷെ കുത്തിരിച്ചോറാണ് ഇവർ കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയേക്കണേ. നല്ല കറികളും പായസവും എല്ലാം ആയിട്ട്. പിന്നെ സ്പെഷ്യലും ഉണ്ട് കേട്ടോ. ഇവിടെ ബീഫും ചിക്കനും ഫിഷും ഒക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പിന്നെ ഒരാൾ ഫിഷ് മേടിച്ചു, ഒരാൾ ബീഫ് മേടിച്ചു, ഒരാൾ ചിക്കൻ മേടിച്ചു, അങ്ങനെ എല്ലാം മേടിച്ച് ഞങ്ങളെല്ലാം ഷെയർ ചെയ്ത് അങ്ങനെ നമ്മൾ വിഭവസമൃദ്ധമായിട്ട് ഒരു സദ്യ പോലെ, ഒരു ഓണസദ്യ പോലെ വയറ് നിറച്ച് നമ്മൾ കഴിച്ചു. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ കാരാപ്പുഴ ഡാമിന്റെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം നമ്മൾ അടുത്തൊരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും വേണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതിയിടണം കേട്ടോ. ഈ കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവരെല്ലാം ഈ വാട്സപ്പ് നമ്പറിലേക്ക് പോരെ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറി നോക്കിക്കോളൂ.